സംഭവം അടിപൊളിയായിരുന്നു അല്ലേ? സുരേഷിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം. പിന്നെ ഉറപ്പായിട്ട് നമ്മൾ ടിവിയിലല്ലേ കണ്ടിട്ടുള്ളൂ, ടിവിയിലും തിയേറ്ററിലും കണ്ട സുരേഷ് ഏട്ടനെ, അതും അത്രയും ഒന്നാമത് ഇതിൽ കുറെ പഞ്ച് ഡയലോഗ്സ് ഉണ്ട്. കോടതി നിന്നിട്ട് സുരേഷ് ഏട്ടൻ തന്നെ 6-5 പാർച്ച് ഇങ്ങനെ ഡയലോഗ് ഉണ്ട്. ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റുക പറയുന്നതിന്റെ ഒരു ഭാഗ്യല്ലേ. പഞ്ച് ഡയലോഗ് വരാൻ സുരേഷ് ഏട്ടനെ പറ്റുള്ളൂ. അതാ എനിക്കത് കോടതി ഒന്ന് കുലുങ്ങും ഈ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു മറ്റേ ഡയലോഗ് പറയുമ്പോ നമുക്ക് സൗണ്ട് കുറവാണല്ലോ. എനിക്ക് ശബ്ദം വരാതെ പോയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആയി പോയിട്ടുണ്ട്. രക്ഷിത എന്ന് പറഞ്ഞ ക്യാരക്ടർ പേര് ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെയൊക്കെ തന്നെ. കന്നഡ ആണ്. കന്നഡയാണ് അതിൽ ക്യാരക്ടർ. ബാംഗ്ലൂര് നമ്മള് ഒന്നിച്ച് വർക്ക് ചെയ്ത്. ഇവര് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സുരേഷ് സാറ് വന്ന ടൈമില് എനിക്ക് ശരിക്കും വാഷ്റൂം പോകും ടെൻഷനായിട്ട് പേടിച്ചു. കാരണം ആ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറും കൂടിയാണ്. പെട്ടെന്ന് കയറി വന്നപ്പോഴത്തേക്ക് ഫുൾ സൈലന്റ് എന്ന് വെച്ചാൽ കോട്ട് ഫുൾ സൈലന്റ്. എനിക്ക് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് എനിക്ക് ബാത്റൂമിൽ പോകണം. പക്ഷെ ബാത്റൂമിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ. ബിക്കോസ് സാർ അവിടെ നിൽക്കല്ലേ, എങ്ങനെയാ പറയാ. ഞാൻ എന്നിട്ട് എഡിന്റെ അടുത്ത് ലൊക്കേഷനുള്ള ശരിക്കുള്ള ബാത്റൂമാണോ സീനിലുള്ള ബാത്റൂമാണോ? ശരിക്കുള്ളത്. ക്ലിയർ ചെയ്യാൻ വേണ്ടി പേടിച്ചിട്ടാണ് പറയാൻ വേണ്ടി ചോദിച്ചത്. സീനിലാണെന്ന് പറയാൻ വേണ്ടി ചോദിച്ചത്. പേടിച്ചു എന്ന് വെച്ചാൽ അത്രയും സൈലന്റ് ആയിട്ട് ആള് വരുമ്പോ കണ്ടതിൽ സന്തോഷം, പിന്നെ പേടിച്ചിട്ട് വാഷ്റൂമിലും പോണം. ആ ഒരു അവസ്ഥ ഭയങ്കരമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പേടിച്ച ഞാൻ ആ കോട്ടി ഇരിക്കുമ്പോ എല്ലാം ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടായിരുന്നത്. അത് ഭയങ്കര ഡയലോഗ്. ബാത്റൂമിൽ ആരോടും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം ഇപ്പൊ എല്ലാവരോടും പറഞ്ഞില്ല. പറയാനറിയില്ല. രഹസ്യമായിട്ട് പറഞ്ഞതാ ചേട്ടാ, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം എല്ലാവർക്കും അറിയാം. അവിടെ ആ കോർട്ട് റൂമിൽ സീൻ നടക്കുമ്പോ എന്താണ് ആൾക്ക് തോന്നിയത്, എന്തായിരുന്നു മനസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. സ്ക്രീനിൽ കാണുമ്പോ എക്സ്പ്രഷൻ കറക്റ്റായിട്ട് ഓ ഇത് ആ എക്സ്പ്രഷൻ ആയിരുന്നു. അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. കാരണം അങ്ങനെ ഒരു ആക്ടർ വന്ന് നിൽക്കുമ്പോ നമ്മള് അതും ആ ഒരു ഡയലോഗൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് ഇപ്പോഴും സാറിനെ കാണുമ്പോ ഭയങ്കര ഇതാ വിറയ്ക്ക. എന്നിട്ട് എനിക്കൊരു ദിവസം തല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് കൊറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അന്നേരം ബ്രേക്ക് തന്നു. അപ്പൊ എന്ത് പറ്റി തല ഇറങ്ങി? ഒന്ന് വീട്ടിൽ പറഞ്ഞത് ഫുഡ് കഴിച്ചില്ലായിരുന്നു. ഇത്ര ചെറുതില്ലേ ബിപിയോ? എനിക്കില്ലല്ലോ, എനിക്കോ കൊറേ ടെൻഷൻ തന്നു. അപ്പഴത്തേക്ക് എനിക്ക് ടെൻഷൻ കൂടാൻ ശരിക്കും കൊറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റി. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ കിട്ടാവുന്നതിൽ ബെസ്റ്റ് തുടക്കത്തില്. ലൈഫിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ആളുകളെ കൂടെ അഭിനയിക്കാൻ പറ്റി, ഏറ്റവും നല്ല സിനിമയുടെ ഭാഗമായി പറ്റി. ഇനി പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.